സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നമുക്ക് ആദ്യം ഒരു ചെറിയ ദൃശ്യം കാണാം. क्या समझ है बोलोगे कि लगाओ बोलना नहीं तो मुंह तोड़ दूंगी मैं बता देती हूँ। सुनना कानून मत बताना मेरे को, ये कानून के जानकार बड़े बैठे एकदम बड़े कानून के जानकार. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ബജറംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ കന്യാസ്ത്രീകളെയും കൂടെ ഉണ്ടായിരുന്നവരെയും ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യമാണ്. മിണ്ടരുത്, മിണ്ടിയാൽ മുഖം അടിച്ചു പൊളിക്കും. കന്യാസ്ത്രീകളെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യും മുമ്പാണ് ജ്യോതി ശർമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ആൾക്കൂട്ട വിചാരണയാണ് നടന്നത്. ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ദൃശ്യങ്ങളിൽ കാണാം. യുവതികളെ കടത്തിയതിന് എത്ര രൂപ കിട്ടിയെന്നാണ് ജ്യോതി ശർമ്മ ചോദിക്കുന്നത്. ഒരു യുവതിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. കൈയും കാലുമില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുമെന്ന് കന്യാസ്ത്രീകളെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിൽ ക്രിസ്തുമത വിശ്വാസികളെ സംരക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അരമനകൾ കയറി ഇറങ്ങി മുതലക്കണ്ണീർ പൊഴിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് തേടി ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഭീഷണിയിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാൻ രൂപമെടുത്ത കാസ BJPക്ക് വേണ്ടി വലിയ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോഴാണ് ഈ സംഭവം. എന്തിലും ഏതിലും മുസ്ലിം സമൂഹത്തെ കുത്തി അഭിപ്രായം പറയുന്ന കാസാക്കാർക്കും അനുകൂലികൾക്കും ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ക്രിസ്തീയ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപി നാട്ടിലില്ലേ? ഏറ്റവും രസകരമായ കാര്യം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേൾക്കുമ്പോഴാണ്. കേരള BJP കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ചിരിക്കാതെ എന്ത് ചെയ്യാൻ? ന്യൂസ് ഏജൻസിയായ PTയോട് പുള്ളി പറഞ്ഞത് കേരള BJP ഛത്തീസ്ഗഡ് BJP സർക്കാരിനെ ബന്ധപ്പെട്ട എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയെന്നാണ്. എന്നിട്ട് ഇപ്പോഴും അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. NIA കോടതിയെ സമീപിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ദുർഗ് സെഷൻസ് കോടതി. ഈ കന്യാസ്ത്രീകളെ ദുർഗിലെ ജയിലിൽ സന്ദർശിച്ച A റഹീം MPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. നീയൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ദയവ് കൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും ഞങ്ങളുടെ മതത്തിനെതിരെയും പ്രവർത്തിക്കുന്നു. സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും സംഘപരിവാർ ക്രിമിനൽ സംഘത്തിൽ നിന്ന് നേരിട്ട ക്രൂരമായ ചോദ്യമാണ് ഇത്. അവർ ഇത് ഞങ്ങളോട് പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു, കണ്ടമിടറി, വാക്കുകൾ ഇടയ്ക്ക് നിന്നു. സഖാവ് ബൃന്ദയുടെ ചുമലിലേക്ക് ചാഞ്ഞു. വിചാരധാരയിലെ വരികൾക്ക് ജീവൻ വെച്ച ആ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ പോലും ഇരുവരും പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന 19കാരനായ ആദിവാസി യുവാവ് സുക്മായി മാണ്ഡവിയെ ബജറംഗ് ദൾ ക്രിമിനൽ സംഘം കുതിരെ തല്ലി. 2 പെൺകുട്ടികൾക്കും ക്രൂരമായ മർദ്ദനം കിട്ടി. അപ്പോഴും പോലീസ് മൂകസാക്ഷികളാണ്. രോഗങ്ങളുള്ള 2 കന്യാസ്ത്രീകൾക്കും കട്ടിൽ പോലും ഇതുവരെ നൽകിയിട്ടില്ല. കൊടും ക്രിമിനലുകളെ അടച്ചിട്ടിരിക്കുന്ന ദുർഗിലെ സെൻട്രൽ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പം തിരുവസ്ത്രം ധരിച്ച 2 മാലാഖമാർ. മോദിയുടെ ഇന്ത്യയിലെ നീതി നിഷേധത്തിൻ്റെയും ക്രിസ്ത്യൻ വേട്ടയുടെയും നേർക്കാഴ്ച എന്നാണ് റഹീം എഴുതി അവസാനിപ്പിക്കുന്നത്. എന്താണ് ഈ മലയാളികളായ കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ്? ജൂലൈ 24-നാണ് സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ആഗ്രയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാനായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അവർ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. ഈ പെൺകുട്ടികളിൽ ഒരാൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതാണ്. പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ഒരു യുവാവും വന്നിരുന്നു. പെൺകുട്ടികളെയും കന്യാസ്ത്രീകളെയും ഒരുമിച്ച് കണ്ടതോടെ TTE, അതായത് ട്രെയിനിലെ ടിക്കറ്റ് ചെക്കർ, അങ്ങ് തീരുമാനിച്ചു മതപരിവർത്തനമാണെന്ന്. ജോലിക്ക് പോകാൻ വന്നതാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ TTE ഉടനെ ബജറംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി. ഇതോടെ ഈ പ്രവർത്തകർ വന്ന് ഭീഷണിയായി, ആൾക്കൂട്ട വിചാരണയായി. അതിനുശേഷം പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണെന്ന് ബജറംഗ് ദൾ പ്രവർത്തകർ അങ്ങ് വിധിച്ചു. പോലീസ് അതുപോലെ തന്നെ FIR എഴുതി. തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും മാതാപിതാക്കളുടെ അനുമതിയോടെ ജോലി ചെയ്യാൻ വന്നതാണെന്നും പെൺകുട്ടികൾ കരഞ്ഞു പറഞ്ഞിട്ടും രക്ഷയുണ്ടായില്ല. ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റുകയും ചെയ്തു. മാത്രമല്ല, ഈ പെൺകുട്ടികളെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ ബജറംഗ് ദൾ പ്രവർത്തകർ പോലീസുകാരുടെ മുന്നിൽ വെച്ച്. ഇതോടെ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തപ്പെട്ടത് ഗുരുതരമായ വകുപ്പുകളാണ്. സിസ്റ്റർ പ്രീതിയാണ് 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതിയാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, BNS 143 എന്നീ കുറ്റങ്ങൾ ചുമത്തി. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയെന്ന് സംശയിക്കുന്നു, മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്ന് FIR-ൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനെതിരായ നിയമങ്ങൾ കർശനമാണ്. ആ നിയമങ്ങളെല്ലാം കൂടി എടുത്ത് ഈ കന്യാസ്ത്രീകളുടെ മുകളിലേക്ക്
പയറ്റുകയാണ് ഇവർ ചെയ്തത്. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഫലം, കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്നാണ് കോടതി പറഞ്ഞത്. ബിലാസ്പൂർ NIA കോടതിയെ സമീപിക്കാനാണ് ഈ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 5 ദിവസമായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ഇനിയും ജയിലിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇവരുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. കാരണം അവർക്ക് ഈ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല. ഈ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ല എന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഭരണഘടനാ അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചത് എന്നും പറഞ്ഞിട്ടൊന്നും കോടതിയിൽ കാര്യമുണ്ടായില്ല. അതായത് അത്രയ്ക്ക് ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നർത്ഥം. രാജ്യസുരക്ഷയുമായി വരെ ബന്ധപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഛത്തീസ്ഗഡ് സംഭവത്തോടെ വെട്ടിലായത് കേരളത്തിലെ BJP ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമാക്കി BJP ഉണ്ടാക്കിയ ഗിമിക്കുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. BJPയുടെ ഡബിൾ ഗെയിം കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. BJP ഒട്ടും മാറിയിട്ടില്ല എന്ന് ക്രൈസ്തവ വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ. ഇവിടെ ഈസ്റ്ററിനും ക്രിസ്മസിനും കേക്ക് കൊടുക്കുന്നവർ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് കൊടുക്കുന്നത് കൈവിലങ്ങും കൊടും കുറ്റാരോപണവും ആൾക്കൂട്ട വിചാരണയുമൊക്കെയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷവും UDF രംഗത്തിറങ്ങുകയും സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെ ക്രൈസ്തവ സുഹൃത്തുക്കൾ എന്ന ഇമേജ്, ഈ BJPയുടെ ഇമേജ് തവിടുപൊടിയാവുകയാണ്. എഡിറ്റോറിയൽ എഴുതിയത് കൊണ്ടും അരമനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടും മാത്രം പോരെന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ വിമർശനം സഭാ നേതൃത്വം മുഖവിലയ്ക്ക് എടുത്തു എന്ന് വേണം വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വിവിധ സഭാ നേതൃത്വങ്ങൾ. ഈ നീക്കങ്ങളെല്ലാം കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം, വിവിധ സഭാ നേതൃത്വങ്ങളുമായി പാലമിടുന്ന തിരക്കിലായിരുന്നു സംസ്ഥാനത്തെ BJP നേതൃത്വം. മുസ്ലിം വിഭാഗത്തിന് വലിയ വിദ്വേഷ പരിവേഷം ചാർത്തിക്കൊണ്ടും ക്രൈസ്തവരെ താലോലിച്ചുകൊണ്ടുമൊക്കെയാണ് ഈ നീക്കങ്ങൾ നടന്നിരുന്നത്. ആഘോഷ നാളുകളിൽ കേക്കും മറ്റുമായി സഭാ ആസ്ഥാനങ്ങളിൽ BJP നേതാക്കളെത്തി. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കൾ എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതുവഴി സഭകളുടെ പൂർണ്ണ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ചില ബിഷപ്പുമാരുമായി വലിയ ബന്ധമുണ്ടാക്കിയെടുക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിഫലനമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ക്രൈസ്തവ വോട്ടുകൾ. അതിനുവേണ്ടി സുരേഷ് ഗോപി അരമനകൾ കയറിയിറങ്ങി, തിരുമാതാവിന് സ്വർണ്ണകിരീടം അണിഞ്ഞു. അങ്ങനെ ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ എല്ലാ നീക്കങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുകാർ കണ്ടു. ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരോധം കൊണ്ടുവരാൻ കാസ എന്ന സംഘടനയ്ക്കും BJP രൂപം നൽകി. മാത്രമല്ല, അനൂപ് ആന്റണി, PC ജോർജ് തുടങ്ങിയ പല നേതാക്കളെയും BJPയിലേക്ക് എത്തിച്ചു. പാലാ ബിഷപ്പിനെ പോലുള്ളവർ നടത്തിയ നാർക്കോട്ടിക് ജിഹാദ് പരാമർശവും BJPക്ക് തുറുപ്പ് ചീട്ടായി. സംഘപരിവാർ ഭീഷണികളെക്കുറിച്ച് സംസാരിക്കുന്ന ബിഷപ്പുമാരുടെയും പുരോഹിതന്മാരുടെയും ശബ്ദങ്ങൾ സഭയ്ക്കുള്ളിൽ അമർച്ച ചെയ്യപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടന്ന ആക്രമണങ്ങളെയെല്ലാം ചില സഭാ നേതൃത്വങ്ങൾ മറന്നുപോയി. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി കൂടി ആക്കിയതോടെ ക്രിസ്ത്യൻ സമൂഹവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇതെല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്ന് BJP വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കോരിയ വെള്ളമാണ് പെട്ടെന്ന് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ കളഞ്ഞു കുളിച്ചത്. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആവർത്തിച്ചു പറയുന്നത്. തെറ്റിദ്ധാരണ കാരണമാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണെന്ന നിലപാടിലാണ് ഛത്തീസ്ഗഡിലെ BJP മുഖ്യമന്ത്രി ഉള്ളത്. അതായത് സംസ്ഥാന BJPയുടെ പണിപാളിയ അവസ്ഥയാണ്. എന്തായാലും യഥാർത്ഥ BJP എന്താണെന്ന് ബോധ്യമായി കേരളത്തിലെ സഭാ നേതൃത്വത്തിന് എന്ന് നമുക്ക് കരുതാം. ഇനിയിപ്പോൾ സഭാ നേതൃത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അല്പം ചാഞ്ചാടി നിന്ന ക്രൈസ്തവ സമൂഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. തങ്ങളുടെ വോട്ട് നേടിപ്പോയ സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രമല്ല, ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യനെതിരെ സഭാ നേതൃത്വം കടുത്ത രോഷത്തിലുമാണ്. ഇനി ആരും BJP സ്നേഹം പറഞ്ഞുകൊണ്ട് അരമനകളിലേക്ക് വരരുത് എന്ന നിലപാടെടുക്കുകയാണ് പല ബിഷപ്പുമാരും. കഴിഞ്ഞ ദിവസം സഭാ പത്രമായ ദീപിക മുഖപ്രസംഗത്തിന്റെ ഒടുവിലായി എഴുതിയത് ഇങ്ങനെയാണ്: ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴിച്ച് ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ്. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതായത് BJPയെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.